ലക്ഷ്മിയുടെ വീട്ടിൽ ഭർത്താവും മോൻ സന്തോഷും മാത്രമേയുള്ളൂ. ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും, മോൻ കോളേജിലേക്കും പോകും. പിന്നെ ലക്ഷ്മി വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് ചുമ്മാ ബോറടിച്ചിരിക്കും. ചേട്ടാ, ഈ ശനിയാഴ്ച നിങ്ങൾക്ക് ലീവല്ലേ? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് ഭർത്താവ് ബൈജു പുച്ഛത്തോടെ നോക്കിയിട്ട് പറഞ്ഞു. വെറുതെ പുറത്ത് പോയിട്ട് എന്തിനാടി കാശ് കളയുന്നേ? നീ പറയുന്ന വീട്ടു സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരുന്നില്ലേ? അതുപോലെ പിന്നെന്തിനാ? അങ്ങേരുടെ പുച്ഛത്തോടെയുള്ള മറുപടി കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു. ഇങ്ങനെയൊരു മനുഷ്യനെയാണല്ലോ കല്യാണം കഴിച്ചത് എന്നോർത്ത് അവൾ സ്വയം കുറ്റപ്പെടുത്തി. ലക്ഷ്മി കാണാൻ അത്യാവശ്യം വെളുത്ത സുന്ദരിയാണ്. വയസ്സ് 45 കഴിഞ്ഞെങ്കിലും അവളുടെ മനസ്സും സൗന്ദര്യവും 25-ൻ്റേത് തന്നെയായിരുന്നു. ലക്ഷ്മിയുടെ സൗന്ദര്യം കണ്ട് വന്നതായിരുന്നു പണക്കാരൻ ബൈജുവിൻ്റെ കല്യാണാലോചന. അവൾക്ക് അയാളെ ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോഴേ ആളത്ര ശരിയല്ല, ഗൗരവക്കാരനാണ് എന്നൊക്കെ തോന്നി. അവൾ അയാളെ വേണ്ട എന്ന് വീട്ടിൽ പറഞ്ഞെങ്കിലും അയാളുടെ കാശ് കണ്ട് മോഹിച്ച് വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണ് അവൾ അയാളെ കല്യാണം കഴിച്ചത്. പിന്നെ അവളുടെ മകൻ സന്തോഷ് അച്ഛനെ പോലെ ഗൗരവക്കാരനൊന്നുമല്ല. അവൻ്റെ പേര് പോലെ തന്നെ അവൻ അമ്മയെ സന്തോഷിപ്പിച്ചു. അത് പല വഴികളിലൂടെയാണെന്ന് മാത്രം. അതൊക്കെ വഴിയെ പറയാട്ടോ. സന്തോഷ് പഠിക്കുന്നത് ഡിഗ്രിക്കാണ്. കാണാൻ ലക്ഷ്മിയുടെ അതേ മുഖച്ഛായയാണ് അവനും. വെളുത്ത സുന്ദരനായ അവനെ കോളേജിലെ പല പെൺപിള്ളേരും വലവീശി പിടിച്ച് പണിയിക്കാൻ നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ല. കാരണം സന്തോഷിൻ്റെ മനസ്സിലിരിപ്പും ആഗ്രഹം അവൻ്റെ കൊക്കിലൊതുങ്ങുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബൈജുവിന് ജോലിയുമായി ബന്ധപ്പെട്ട് അത്യാവശ്യമായി എറണാകുളം വരെ പോകേണ്ടി വന്നു. പിന്നെ വീട്ടിൽ ലക്ഷ്മിയും സന്തോഷും മാത്രമായി. അച്ഛൻ ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടേ വീട്ടിൽ വരൂ എന്നറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കുട്ടനെയും പിടിച്ച് തുള്ളിച്ചാടി. അവൻ പാട്ട് വെച്ച് ഡാൻസ് ചെയ്തു. അത് കണ്ട് ലക്ഷ്മി ചിരിച്ചു. എൻ്റെ സുന്ദരി അമ്മേ, വാ, വന്ന് ഡാൻസ് ചെയ്യ്, അവൻ 2 കൈയും നീട്ടി വിളിച്ചു. ഒന്ന് പോടാ ചെക്ക, എനിക്ക് ഡാൻസൊന്നും അറിയില്ല. ദേ അമ്മേ, ഇങ്ങനെ 1 2 3 ട്രൈ ചെയ്യാമേ. അപ്പോൾ ലക്ഷ്മിക്ക് നാണം വന്നു. ഒന്ന് പോടാ മറ്റവനെ, നീ തന്നെ ഡാൻസ് ചെയ്യ്. പെട്ടെന്നാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടത്. നോക്കിയപ്പോൾ സന്തോഷിൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരൻ സുധീഷായിരുന്നു അത്. എന്താടാ സുധീഷേ? എടാ, നീ വരുന്നില്ലേ? ഇന്നലെ ക്രിക്കറ്റ് മാച്ച്. സുധീഷ് അങ്ങനെ പറഞ്ഞതും സന്തോഷ് തലയിൽ കൈവച്ചു. ദൈവമേ, ഞാൻ മറന്നു പോയടാ. എടാ, വേഗമൊന്ന് വാടാ, അവിടെ നിന്നെ എല്ലാവരും കാത്തിരിക്കുക. ഇത്തവണ തൊട്ടിയും ബക്കറ്റും ഒന്നുമല്ല, കാശ് പ്രൈസാണ് കേട്ടോ, അത് മറക്കണ്ട. ഡാ, ഞാനിതാ വരുന്നു എന്നും പറഞ്ഞ് സന്തോഷ് വേഗം റെഡിയായി. ഒന്ന് ആർമാദിക്കാൻ നല്ല അവസരം കിട്ടിയപ്പോഴാണ് ഈ ക്രിക്കറ്റ് മാച്ച്. അവൻ്റെ മനസ്സിൽ നല്ല നിരാശയുണ്ടായിരുന്നെങ്കിലും ക്രിക്കറ്റ് കളി അവന് ഇഷ്ടമുള്ള കാര്യമാണ്. അമ്മേ, പോയിട്ടുടനെ വരാട്ടോ. പോയി ജയിച്ചിട്ട് വാ മോനെ. ജയിച്ചാൽ സമ്മാനമുണ്ട് കേട്ടോ. എനിക്കറിയാം ആ സമ്മാനം എന്താണെന്ന്. അത് തന്നെയല്ലേ അമ്മേ? അതേടാ കുട്ട, വേഗം വരണം കേട്ടോ. വരാം അമ്മേ. അവൻ ഒരു കള്ളച്ചിരിയും ചിരിച്ച് പുറപ്പെട്ടു. കൂട്ടുകാരൻ്റെ കൂടെ ബൈക്കിൽ പോയി. പിന്നെ ലക്ഷ്മി വീട്ടിൽ തനിച്ചായി. അവൾ ടിവിയും കണ്ട് നേരം പോക്കി. പിന്നീട് സന്തോഷ് തിരികെ വന്നത് രാത്രി 9:30 മണി കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി ഉമ്മറത്ത് തന്നെ അവനെയും കാത്തിരിപ്പുണ്ടായിരുന്നു. എന്താടാ ഇത്രയും വൈകിയത്? നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ നേരത്തെ തന്നെ വരണമെന്ന്? അവൾ ദേഷ്യപ്പെട്ടു. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല. എന്താടാ ഒന്നും മിണ്ടാത്തെ? എന്ത് പറ്റി മോനെ? അവൻ്റെ വിഷമത്തോടെയുള്ള മുഖം കണ്ട് അവൾ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അവൻ പറഞ്ഞു, തോറ്റു അമ്മേ, ക്രിക്കറ്റ് കളി തോറ്റു. ക്യാഷ് പ്രൈസ് അവർക്ക് കിട്ടി. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? അത് വിട് മോനെ, സാരമില്ല. എന്നാലും അമ്മേ. പോട്ടെ മോനെ, ഇനിയും ക്രിക്കറ്റ് കളി വരുമല്ലോ, അപ്പോൾ നമുക്ക് ജയിക്കാടാ. ലക്ഷ്മി അവനെ ആശ്വസിപ്പിച്ചു. അവൻ ഒന്ന് മോളി. മോനെ, നീ പോയി കുളിച്ചിട്ട് വാ, ചിക്കൻ കറിയുണ്ട്. അമ്മ ചപ്പാത്തിയും ചിക്കൻ കറിയും എടുത്ത് വെക്കാം. ശരി അമ്മേ. അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിക്കാനിരുന്നു. ലക്ഷ്മി അവന് ചപ്പാത്തിയും ചിക്കൻ കറിയും വിളമ്പി. ചിക്കൻ കറി കണ്ട് വളരെ സന്തോഷിച്ച് കഴിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖത്ത് പെട്ടെന്ന് ഒരു വിഷമം കണ്ടപ്പോൾ അവൾ ചോദിച്ചു, എന്താടാ വീണ്ടും മുഖത്തൊരു വിഷമം?
അത് അമ്മയല്ലേ പറഞ്ഞേ കളി ജയിച്ചാൽ എന്തോ സമ്മാനമുണ്ടെന്ന്. ഇനി അത് കിട്ടില്ലല്ലോ എന്നോർത്ത് എനിക്കൊരു വിഷമം. ഓ അതാണോ? ആര് പറഞ്ഞു തോറ്റാലും സമ്മാനം തരില്ലെന്ന്? ലക്ഷ്മി ഒരു കള്ളച്ചിരിയാൽ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ്റെ മുഖത്ത് സന്തോഷം വിടർന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവന് ക്ഷീണം കാരണം ഉറക്കം വന്നു. അവൻ വേഗം പോയി കിടന്നു. നാളത്തെ ചില പ്ലാനൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ലക്ഷ്മിയും ഉറങ്ങി. പിറ്റേന്ന് രാവിലെ സന്തോഷ് ഉണരാൻ അല്പം വൈകി. അവൻ എണീറ്റ് ഉമ്മറത്ത് ചെന്നിരുന്നപ്പോൾ അമ്മ മുറ്റമടിച്ച് വാരുകയായിരുന്നു. ഹാ, നീ എണീറ്റോ? അടിച്ചു വാരി കഴിഞ്ഞിട്ട് ചായ ഇട്ട് തരാട്ടോ. അവൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് മോളെ. പെട്ടെന്നാണ് മുഖത്ത് വെള്ളം തളിച്ചത്. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമ്മ നിന്ന് ചിരിക്കുന്നു. നീ എന്താടാ ഇരുന്നും കൊണ്ട് ഉറങ്ങുവാണോ? ദേ ചായ. അമ്മ ചായ ഗ്ലാസ് അവന് നേരെ നീട്ടി. അവൻ ചായ വാങ്ങി കുടിച്ചോണ്ടിരുന്നു. പെട്ടെന്നാണ് അവന് അമ്മ ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. അതെ അമ്മേ, അമ്മ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ? എന്ത്? അത് അമ്മ എനിക്കെന്തോ സമ്മാനം തരും എന്നൊക്കെ. അവൻ ഇടം കണ്ടിട്ട് അമ്മയെ നോക്കി. ഓ അതാണോ? ഉറപ്പായും സമ്മാനം തരുന്നുണ്ട്. ആണോ? എന്താ അമ്മേ ആ സമ്മാനം? ഒന്ന് പറയുന്നേ. എടാ മോനെ, നിനക്ക് എന്താ ഇത്ര തിരക്ക്? പ്ലീസ് അമ്മേ പറ. ഹാ പറയാം. നീ ഇടയ്ക്കിടെ പറയാറില്ലേ എന്നോട് കാർ ഡ്രൈവിംഗ് പഠിച്ചൂടെ അമ്മയ്ക്കെന്ന്? ഹാ പറയാറുണ്ട്. അതുകൊണ്ട് എന്നാ ഞാൻ കാർ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചു. ആണോ അമ്മേ? അവന് ഭയങ്കര സന്തോഷം തോന്നി. അമ്മേ ഇത് സത്യമാണോ അതോ ചുമ്മാ കള്ളം പറയുവാണോ? അവന് സംശയം. അല്ലടാ, സത്യമാ. എടാ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഫാത്തിമയുടെ ഭർത്താവ് ഗൾഫിൽ നിന്നും വന്നത് നീ അറിഞ്ഞായിരുന്നോ? ആ, ഞാൻ അന്ന് അങ്ങേരെ കണ്ടായിരുന്നു അമ്മേ. ഹോ, എന്താ അങ്ങേരുടെ ഒരു ജാട. അതേടാ, ഇന്നലെ അവർ ഒരു കാറ് വാടകയ്ക്ക് എടുത്തായിരുന്നു. ഹോ, എന്തായിരുന്നു അവളുടെ ഒരു ഗമ. കണ്ടാൽ തോന്നും പുതിയ കാറ് സ്വന്തമായി വാങ്ങിയതാണെന്ന്. ആ അതെ അമ്മേ, ഫാത്തിമ താത്തയ്ക്ക് മാത്രമല്ല അവരുടെ ഭർത്താവിനും ഒടുക്കത്തെ ഗമയാ. ലംബോർഗിനി കാർ ഓടിക്കുന്നത് പോലെയാ അങ്ങേരുടെ ഭാവം. ആ അതേടാ. അപ്പോൾ അതൊക്കെ കണ്ട് എനിക്കും ഒരു വല്ലായ്ക പോലെ. അപ്പോൾ മുതൽ തോന്നിയതാ എനിക്കും കാർ ഡ്രൈവിംഗ് പഠിക്കണമെന്ന്. അത് ഏതായാലും നന്നായി അമ്മേ. എന്തായാലും അവരെ കൊണ്ട് ഇങ്ങനെയൊരു ഉപകാരമുണ്ടായല്ലോ. അമ്മയ്ക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. അവൻ ചിരിച്ചു. നാളെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അല്ലടാ? ആ അതെ അമ്മേ. അപ്പോൾ അമ്മ കാർ ഡ്രൈവിംഗ് പഠിച്ചാൽ നമ്മൾ കാറ് വാങ്ങിക്കുമോ? എടാ, അത് ഉറപ്പില്ല. നിൻ്റെ മുരടനച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മേ, അതൊക്കെ നമുക്ക് പറഞ്ഞ് സമ്മതിപ്പിക്കാം. നോക്കാം. അങ്ങനെ ലക്ഷ്മി അന്ന് തന്നെ ഭർത്താവിനെ വിളിച്ച് കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഭാഗ്യത്തിന് അങ്ങേര് എതിർപ്പൊന്നും പറഞ്ഞില്ല. നീ പഠിച്ചോ എന്ന് ഫോണിൽ കൂടി സമ്മതം കൊടുത്തു. അങ്ങനെ പറ്റിയ ഡ്രൈവിംഗ് ക്ലാസ് കണ്ടെത്തി. മാഷിൻ്റെ പേര് പുരുഷോത്തമൻ. കാണാൻ ഒത്ത പുരുഷൻ. വയസ്സ് ഒരു 19 ഉണ്ടെങ്കിലും കണ്ടിട്ട് നല്ല ആരോഗ്യമുള്ള ശരീരം. ലക്ഷ്മിക്ക് അയാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ ആൾ എങ്ങനെയെന്നൊക്കെ അവൾ ചിലരോട് അന്വേഷിച്ചു. പലർക്കും അയാളെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ചിലർക്ക് മാത്രം അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല. ഹാഫ് സ്ലീവ് ഷർട്ടും പിന്നെ മുണ്ടുമാണ് എപ്പോഴും അയാളുടെ വേഷം. അയാളെ കാണാൻ അല്പം പരുക്കനാണെന്ന് തോന്നും. പക്ഷേ കുഴപ്പമില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. അവിടെ തൽക്കാലം ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പെണ്ണുങ്ങളാരും ഇല്ലാത്തതുകൊണ്ട് അയാൾ തന്നെയായിരുന്നു പെണ്ണുങ്ങളെയും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. അങ്ങനെ ലക്ഷ്മി ഡ്രൈവിംഗ് പഠിക്കാനായി അവിടെ ചേർന്നു. ആദ്യമായി പുതിയ കാര്യം പഠിക്കുമ്പോൾ പലർക്കും ടെൻഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ പഠിക്കുന്നതും വളരെ സ്ലോ ആയിട്ടായിരിക്കും. പെട്ടെന്ന് മനസ്സിലാവത്തുമില്ല. അങ്ങനെ ഇരിക്കെ അയാൾ ലക്ഷ്മിയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം അയാൾ അവൾക്ക് മാനുവലായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അവൾക്ക് എല്ലാം മനസ്സിലായെങ്കിലും തന്നെ കാർ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് മറന്നുപോയി. പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അയാളുടെ ദേഷ്യപ്പെടലും. ലക്ഷ്മിക്ക് ആകെ ടെൻഷനായി. അങ്ങനെ വളരെ സ്ട്രെസ്സ് ചെയ്തും അയാളുടെ ദേഷ്യപ്പെടലും കുത്തുവാക്കുകളും കേട്ട് അവൾ ഒരുവിധം കാർ ഓടിച്ചു. പിന്നെ വേറെ ആളുടെ ഊഴമായി. എല്ലാവരോടും അയാൾ വളരെ മോശം സ്വഭാവം തന്നെയായിരുന്നു. ഇയാളെക്കുറിച്ച് മുൻപ് അന്വേഷിച്ചപ്പോൾ പലരും കുഴപ്പമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊക്കെ കള്ളമാണെന്ന് അവൾക്കപ്പോൾ മനസ്സിലായി. അന്ന്
ഡ്രൈവിംഗ് പഠനം കഴിഞ്ഞ് വളരെ വിഷമത്തോടെയായിരുന്നു അവൾ വീട്ടിലേക്ക് ചെന്നത്. അമ്മയുടെ മുഖത്തെ വിഷമം കണ്ട് സന്തോഷ് ചോദിച്ചു, എന്തു പറ്റി അമ്മേ? എന്താ മുഖത്തൊരു വാട്ടം? അവൻ കുറേ ചോദിച്ചെങ്കിലും ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി. അങ്ങനെ പിറ്റേന്ന് മടിച്ചാണെങ്കിലും അവൾ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോയി. ആദ്യം നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന മാഷ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനും അവളുടെ കാലിൽ ഇടിക്കാനും തുടങ്ങി. മാഷെ, ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? ഇങ്ങനെയാണോ പെരുമാറുക? ലക്ഷ്മി അയാളോട് പറഞ്ഞു. പിന്നെ എങ്ങനെയാ പെരുമാറുക? ഞാൻ നിങ്ങളെ കാർ ഓടിക്കാനല്ലേ പഠിപ്പിക്കുന്നേ, അല്ലാതെ വേറൊന്നുമല്ലല്ലോ. നിങ്ങൾ കാർ ഓടിച്ചത് മതി, ഇനി അടുത്ത ആൾ വാ, അയാൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. ലക്ഷ്മി പിൻസീറ്റിൽ ചെന്നിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൾ പിന്നെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ടില്ല. പിറ്റേന്ന് സന്തോഷ് ചോദിച്ചു, എന്താ അമ്മേ, ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ? ഇല്ലടാ, നിർത്തി. അതെന്ത് പറ്റി? ഒന്നുമില്ലടാ, മടുത്തു. എന്നാലും പറ അമ്മേ, അവൻ നിർബന്ധിച്ചു. അങ്ങനെ ലക്ഷ്മി എല്ലാ കാര്യവും അവനോട് പറഞ്ഞു. അമ്മേ, അയാൾ ചെയ്തത് തെറ്റല്ലേ? അയാൾക്ക് നല്ല പണി കൊടുക്കണ്ടേ? അവിടെ പെണ്ണുങ്ങളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പെണ്ണുങ്ങളൊന്നുമില്ലേ? സന്തോഷ് ദേഷ്യത്തോടെ പറഞ്ഞു.